KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ SSF ഡിവിഷൻ സാഹിത്യോത്സവുകൾ സമാപിച്ചു. SYS സംസ്ഥാന നേതൃസംഗമം സമാപിച്ചു. തീവ്രവാദത്തിനെതിരെ യോജിച്ച പോരാട്ടം. UAE ഇന്ത്യയിൽ 4.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തും. നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം സമാപിച്ചു. സുപ്രീം കോടതി ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി, സുരക്ഷ ശക്തമാക്കി. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ഭാര്യ സുവ്ര മുഖർജി അന്തരിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളമായി നെടുമ്പാശ്ശേരി. ഇന്തോനേഷ്യൻ വിമാന ദുരന്തം, 54 മൃതദേഹങ്ങളും കണ്ടെടുത്തു. സംസ്ഥാനത്ത് അറബിക് സർവകലാശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ധനവകുപ്പ് തള്ളി. കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ സർവകലാശാല ഉപകരിക്കുമെന്ന് ചീഫ് സെക്രട്ടറി. സൌദിയിലെ വിദേശികൾക്ക് 5 വർഷ കാലാവധിയുള്ള പരിഷ്കരിച്ച ഇഖാമ ഒക്ടോബർ 14 മുതൽ. വാർത്തകൾ വിശദമായി. സുപ്രീം കോടതി ബോംബ് വെച്ച് തകർക്കുമെന്ന് അജ്ഞാത ഭീഷണി സന്ദേശം. ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം ഡൽഹി പോലീസിനു ലഭിച്ചത്. ഭീഷണി ഉള്ളടക്കമുള്ള ഇമെയിൽ ലഭിച്ച ഒരാൾ സന്ദേശം ഡൽഹി പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാൽ ഇയാളുടെ പേര് വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല. ഇതേ തുടർന്ന് 1 മാസത്തേക്ക് സുപ്രീം കോടതിയിൽ സുരക്ഷ ശക്തമാക്കി. സുരക്ഷയുടെ ഭാഗമായി പരിശീലനം തേടുന്ന അഭിഭാഷകർക്കും കക്ഷികൾക്കും കോടതിയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണമുണ്ടാകും. യാക്കൂബ് മേമന്റെ വധശിക്ഷയ്ക്ക് ശേഷം ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്ക് ഭീഷണിയുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് സുപ്രീം കോടതിക്കും ഭീഷണിയുണ്ടായിരിക്കുന്നത്. ഭീഷണിയെ തുടർന്ന് സുപ്രീം കോടതി പരിസരത്തെ സുരക്ഷ ശക്തമാക്കി. നിയമവിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ പ്രവേശിക്കുന്നത് 1 മാസത്തേക്ക് വിലക്കുകയും ചെയ്തു. സംഭവം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെയും സുരക്ഷാ ഏജൻസികളെയും അറിയിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്ക് ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് യാക്കൂബ് മേമന്റെ വധശിക്ഷയ്ക്കുള്ള അന്തിമവിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി ജഡ്ജിമാർക്കുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ഇന്നലെ സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുത്ത ചീഫ് ജസ്റ്റിസ് HL ദത്തു സുപ്രീം കോടതിക്ക് നേരെയുള്ള ഭീഷണിയെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ഭാര്യ സുവ്ര മുഖർജി അന്തരിച്ചു. ഇന്ന് രാവിലെ 10:51 അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച വീണ്ടും ആസ്പത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആസ്പത്രിയിൽ വെച്ചാണ് മരണം. 1940 സെപ്റ്റംബർ 17 ജെസ്സോറമിലാണ് ജനിച്ചത്. 1957 ജൂലൈ 13 പ്രണബ് മുഖർജിയുമായുള്ള സുവ്രയുടെ വിവാഹം. രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യയായിരുന്ന ഇവർ ഗീതാഞ്ജലി എന്ന പേരിൽ ഒരു ഗായക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ വിദേശ രാഷ്ട്രങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളമായി നെടുമ്പാശ്ശേരി. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്ഥാപിച്ച സൌരോർജ്ജ പ്ലാന്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. വിമാനത്താവളത്തിലെ റൺവേയോട് ചേർന്ന സ്ഥലത്ത് 42,000 സോളാർ പാനലുകളാണ് പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടെ രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ എയർപോർട്ട് എന്ന ഖ്യാതിയും നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിന് സ്വന്തമായി. ഇന്നു മുതൽ വിമാനത്താവളം പൂർണ്ണമായും സൌരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുക. വിമാനത്താവളത്തിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകും. കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആബിദ്, സിദ്ദീഖ്, ഷാഫി എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ ആബിദിനെയും സിദ്ദീഖിനെയും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷാഫിയെ മലപ്പുറം തൃശൂർ ജില്ലാ അതിർത്തിയിലെ ലോഡ്ജിൽ നിന്നുമാണ് പിടികൂടിയത്. ഹനീഫ വധക്കേസിൽ കൊലയാളി സംഘത്തെ സഹായിച്ചവരാണ് ഇവർ 3 പേരും. ഇന്തോനേഷ്യയിലെ ബിൻടാങ് മലനിരകളിൽ തകർന്നു വീണ വിമാനത്തിലെ 54 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു എല്ലാ മൃതദേഹങ്ങളും. ഇവ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്ന് അധികൃതർ വ്യക്തമാക്കി.
വിമാനത്തിന്റെ ബ്ലാക്ക് ബോർഡ് കണ്ടെത്തിയതായി ഇന്തോനേഷ്യ വ്യക്തമാക്കി. നിബിഡ വനമേഖലയായ ബിൻടാങ്ങിൽ 11 വിമാനങ്ങളും 266 രക്ഷാപ്രവർത്തകരും ചേർന്ന് 2 ദിവസം നടത്തിയ അന്വേഷണങ്ങളിലാണ് വിമാനഭാഗങ്ങളും മൃതദേഹങ്ങളും കണ്ടെത്താനായത്. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നില്ല. ദുരന്ത സാധ്യത മുൻനിർത്തി യൂറോപ്യൻ യൂണിയൻ വിലക്കേർപ്പെടുത്തിയ ട്രിഗാന എയർ സർവീസ് വിമാനമാണ് ഞായറാഴ്ച അപകടത്തിൽപ്പെട്ടത്. 5 ജീവനക്കാർ ഉൾപ്പെടെ 49 മുതിർന്നവരും 5 കുട്ടികളുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇന്തോനേഷ്യയിലെ വാപ്പുവ പ്രവിശ്യയുടെ തലസ്ഥാനമായ ജയ്പുരയിൽ നിന്ന് സമീപത്തെ ഓക്സിബിൽ പട്ടണത്തിലേക്ക് പറന്ന വിമാനത്തിൽ ഉൾനാടൻ ഗ്രാമങ്ങളുടെ വികസനാവശ്യങ്ങൾക്കുള്ള $4,70,000 ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അറബിക് സർവകലാശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ധനവകുപ്പ് തള്ളി. കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ സർവകലാശാല ഉപകരിക്കൂവെന്ന് ചീഫ് സെക്രട്ടറി. വിശദമായ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് അറബിക് സർവകലാശാല സ്ഥാപിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ധനവകുപ്പ് തള്ളി. കേരളീയ സാഹചര്യത്തിൽ ആശങ്ക ഉയർത്തുന്നതും വൻ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതുമാണ് അറബിക് സർവകലാശാല എന്ന വാദമാണ് ധനവകുപ്പ് ഉയർത്തിയിട്ടുള്ളത്. നേരത്തെ ഇത്തരത്തിൽ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് പ്രശ്നം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. എന്നാൽ ക്യാബിനറ്റ് നോട്ട് അടങ്ങിയ ഫയൽ ചീഫ് സെക്രട്ടറി ധനവകുപ്പിന്റെ അംഗീകാരത്തിന് അയച്ചതോടെയാണ് നിർദ്ദേശം തള്ളിയത്. ചീഫ് സെക്രട്ടറി ജിജി തോംസണും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമും സർവകലാശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തിൽ ശക്തമായ എതിർപ്പാണ് ഫയലിൽ രേഖപ്പെടുത്തിയത്. ഇത്തരമൊരു സർവകലാശാല സ്ഥാപിക്കാനുള്ള നീക്കം സംബന്ധിച്ച് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നിരന്തരം അന്വേഷിക്കുന്നെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകൾ ഉയർന്നതായും ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ വർഗീയത ആളിക്കത്താനെ സർവകലാശാല ഉപകരിക്കൂ. ഭരണഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന 22 ഭാഷകളിൽ അറബിയില്ല. അതിനാൽ വിദേശ ഭാഷാ പഠനത്തിന് സർവകലാശാല സ്ഥാപിക്കാൻ കേന്ദ്ര വിദേശകാര്യ മാനവശേഷി മന്ത്രാലയങ്ങളിൽ നിന്ന് അനുമതി വാങ്ങണം. സംസ്ഥാനത്തിന് 96 കോടിയുടെ അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. ഇത്തരമൊരു നിർദ്ദേശം തന്നെ അനാവശ്യമാണ് എന്നിങ്ങനെയുള്ള അഭിപ്രായമാണ് ഉന്നത ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സച്ചാർ കമ്മീഷന്റെയും പാലോളി കമ്മിറ്റിയുടെയും ശുപാർശകൾ മുൻനിർത്തിയാണ് അറബി ഭാഷാ പഠനത്തിന് സർവകലാശാല എന്ന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചത്. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നിയോഗിച്ച വിദഗ്ധ സമിതി കോളേജുകൾക്ക് അഫിലിയേഷൻ നൽകാത്ത രീതിയിൽ സർവകലാശാല സ്ഥാപിക്കാൻ ശുപാർശ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഫയൽ അയച്ചത്. കഴിഞ്ഞ ബജറ്റിൽ സർവകലാശാല സ്ഥാപിക്കുന്നത് ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം സമർപ്പിച്ചപ്പോൾ ധനമന്ത്രി എതിർത്തിരുന്നു. പിന്നീടാണ് സർവകലാശാലക്കായി വിദ്യാഭ്യാസ വകുപ്പ് ഫയൽ ധനവകുപ്പിലേക്ക് അയച്ചത്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. KMIC ന്യൂസ്. UAE വിശേഷങ്ങൾ. 2 ദിവസത്തെ ഔദ്യോഗിക UAE സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. തിങ്കളാഴ്ച രാത്രി ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസ്വീകരണത്തിൽ പങ്കെടുത്ത ശേഷം ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് അദ്ദേഹം മടങ്ങിയത്. ഭരണാധികാരികളും മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ യാത്രയാക്കി. അല്ലൈൻ വ്യവസായ മേഖലയിലുണ്ടായ ശക്തമായ 2 തീപിടുത്തങ്ങളിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. 10ഓളം ഷോപ്പുകൾ പൂർണ്ണമായും അഗ്നിക്കിരയായി. ഈ വർഷം ആദ്യ 6 മാസം 1.5 ലക്ഷം പേർ സ്മാർട്ട് ടാക്സി ആപ്പ് ഡൌൺലോഡ് ചെയ്തതായി RTA അറിയിച്ചു. യാത്രക്കാർക്ക് ടാക്സി ബുക്ക് ചെയ്യാനും യാത്ര ആസൂത്രണം ചെയ്യാനും സഹായിക്കുന്നതാണ് സ്മാർട്ട് ആപ്പ് ടാക്സി. ഫോൺ കുലുക്കിയാൽ ടാക്സി ബുക്ക് ചെയ്യാൻ കഴിയുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഗ്യാസ് സിലിണ്ടർ വിതരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അഡ്നോക്ക് ഏർപ്പെടുത്തിയ ഗ്യാസ് പദ്ധതിയുടെ രജിസ്ട്രേഷനും കാർഡ് വിതരണവും തുടങ്ങി. സെപ്റ്റംബർ 15 മുതൽ കാർഡ് മുഖേന മാത്രമായിരിക്കും അഡ്നോക്ക് സബ്സിഡി നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുക. സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ആവശ്യപ്പെട്ട ടാക്സി ഡ്രൈവറെ തല്ലിയ കേസിൽ യാത്രക്കാരന് 3 മാസം തടവ്. 24-കാരനായ സ്വദേശി യുവാവിനെതിരെയാണ് ദുബായ് പ്രാഥമിക കോടതി ശിക്ഷ വിധിച്ചത്. KMIC ന്യൂസ് ഡെസ്ക്. കുശലം ചോദിച്ചും കൈകൊടുത്തും കൂടെ നിന്ന് ഫോട്ടോയെടുത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ തൊഴിലാളികളെ കൈയിലെടുത്തു. എന്നാൽ തങ്ങളുടെ ആവലാതികൾ കേൾക്കാൻ നിൽക്കാതെ 10 മിനിറ്റിൽ പരിപാടികൾ അവസാനിപ്പിച്ചതിൽ അവർ നിരാശരുമായി. അബുദാബിയിലെ വ്യവസായ മേഖലയായ മുസഫയിലെ ഐക്കാർഡ് ലേബർ ക്യാമ്പിലെത്തിയ മോദിയെ കാത്ത് മലയാളികൾ ഉൾപ്പെടെ 300ഓളം തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അബുദാബിയിലെ വ്യവസായ മേഖലയായ മുസഫയിലെ ഐക്കാർഡ് ലേബർ ക്യാമ്പിലെത്തിയ മോദിയെ കാത്ത് മലയാളികൾ ഉൾപ്പെടെ 300ഓളം തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. വിവിധ രാജ്യക്കാരായ 6000ഓളം തൊഴിലാളികളാണ് മികച്ച സൌകര്യങ്ങളുള്ള ഈ ലേബർ ക്യാമ്പിൽ കഴിയുന്നത്.
ഇതിൽ 25,000-ലേറെ ഇന്ത്യക്കാരാണ്. ഇതിൽ നിന്ന് വിവിധ കമ്പനികൾ തെരഞ്ഞെടുക്കുകയും ഇന്ത്യൻ എംബസി അംഗീകരിക്കുകയും ചെയ്ത 300 പേർക്കാണ് ക്യാമ്പിലെ മിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നരേന്ദ്രമോദിയെ കാണാൻ അവസരം ലഭിച്ചത്. ഷേഖ് സായിദ് ഗ്രാൻഡ് മോസ്കും രാഷ്ട്രപിതാവ് ഷേഖ് സായിദിന്റെ ഖബറിടവും സന്ദർശിച്ച് നേരെ രാത്രി 7:25 ഹാളിലെത്തിയ മോദിയെ നിലക്കാത്ത കയ്യടികളോടെയാണ് തൊഴിലാളികൾ വരവേറ്റത്. എന്നാൽ തങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും ഉന്നയിക്കാനായി കാത്തുനിന്നവർക്ക് അതിന് അവസരം ലഭിച്ചില്ല. UAEയിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ തൊഴിലാളികളെ കാണുന്നതെന്ന സവിശേഷത സന്ദർശനത്തിനുണ്ടായിരുന്നെങ്കിലും തങ്ങൾക്ക് കൂടുതൽ സമയം മോദിയോടൊപ്പം ചെലവഴിക്കാനോ സംസാരിക്കാനോ അവസരം ലഭിച്ചില്ലെന്ന പരിഭവം തൊഴിലാളികളുടെ മുഖത്തുണ്ടായിരുന്നു. ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന മാധ്യമപ്രവർത്തകരുടെ പ്രതീക്ഷയും അസ്ഥാനത്തായി. 10 മിനിറ്റിൽ താഴെ മാത്രമാണ് മോദി തൊഴിലാളികൾക്കൊപ്പം ചെലവഴിച്ചത്. പ്രധാനമന്ത്രി പ്രസംഗിക്കുമെന്ന് കരുതിയവർക്കും നിരാശയായിരുന്നു ഫലം. ചോദ്യോത്തരത്തിന് അവസരമുണ്ടോ എന്ന് കൊല്ലം സ്വദേശി മുഹമ്മദ് ഷാഫി മോദിയോട് ചോദിച്ചപ്പോൾ പിന്നെ പറയാം എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള മറുപടി. പിന്നീട് ഗുജറാത്തിൽ നിന്നുള്ള തൊഴിലാളികൾക്കടുത്തേക്ക് നീങ്ങിയ മോദി അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന മറുപടി. സാർ, ഞങ്ങൾ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ വാങ്ങുന്ന സ്വർണം നാട്ടിൽ കസ്റ്റംസുകാർ പിടിക്കുന്നു എന്ന് ഒരാൾ പരാതി ഉന്നയിച്ചു. അതിന് നികുതി അടച്ചാൽ പോരെ എന്നായിരുന്നു മോദിയുടെ തമാശ കലർന്ന മറുപടി. 30 വർഷത്തിനു ശേഷം സ്ഥിരതയാർന്ന സർക്കാർ വന്നതോടെ ഇന്ത്യയുടെ മാറ്റം ലോകം സ്വാഗതം ചെയ്യുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങൾ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപത്തിന് തയ്യാറാകുന്നത് ഇതിന് തെളിവാണ്. ഇന്ത്യയിലെ 125 കോടി ജനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്നും ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. മലയാളത്തിൽ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങിയ പ്രസംഗം സദസ്സിനെ ആവേശഭരിതമാക്കി. മലയാളി സഹോദരക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നവവത്സര ആശംസഫല. നമസ്കാരം. 1.25 മണിക്കൂർ നീണ്ട ഹിന്ദി പ്രസംഗത്തിൽ തന്റെ ഭരണ നേട്ടങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു. എന്നാൽ പ്രവാസികൾക്കായി കാര്യമായ പ്രഖ്യാപനങ്ങൾ ഒന്നുമുണ്ടായില്ല. കടുത്ത ചൂടിലും സ്റ്റേഡിയം തിങ്ങിനിറഞ്ഞ പ്രവാസി ഇന്ത്യക്കാർ കരഘോഷത്തോടെയാണ് മോദിയുടെ വാക്കുകൾ സ്വീകരിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വരുന്നത് 34 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻഗാമികൾ തനിക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് തന്റെ ആദ്യ UAE സന്ദർശനം. ഇതിൽ ചിലർക്ക് തന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാകും. എന്നാൽ അബുദാബി കിരീടാവകാശിയും ദുബായ് ഭരണാധികാരിയും തന്നോട് ദേഷ്യം കാണിച്ചില്ല. വളരെ സ്നേഹത്തോടെയാണ് അവർ പെരുമാറിയത്. വിമാനത്താവളത്തിൽ തന്നെ സ്വാഗതം ചെയ്യാൻ അബുദാബി കിരീടാവകാശിയും 5 സഹോദരന്മാരും നേരിട്ടെത്തി. ഇത് ഒരു വ്യക്തിയോടുള്ള സ്നേഹമല്ല, മറിച്ച് 125 കോടി ജനങ്ങളോടുള്ളതാണ്. ഇന്ത്യയുടെ മാറുന്ന മുഖത്തിനുള്ള അംഗീകാരമാണ്. ഭരണാധികാരികൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്നും മോദി പറഞ്ഞു. UAE ഇന്ത്യയിൽ 4.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച് അബുദാബിയിൽ ഉയർന്നുവരുന്ന മസ്ദർ ഹൈടെക് സിറ്റിയിൽ സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശസുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും എത്തിയത് ഡ്രൈവറില്ല കാറിൽ. ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറിലാണ് അബുദാബി വിമാനത്താവളത്തിന് 17 കിലോമീറ്റർ അകലെയുള്ള മസ്ദർ ഹരിത നഗരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിച്ചേർന്നതും ചുറ്റിക്കറങ്ങി കണ്ടതും. നഗരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സൌരോർജ്ജത്തിലാണ് കാറിന്റെ ലിഥിയം ബാറ്ററികൾ പ്രവർത്തിക്കുന്നത്. നഗരത്തിലെ പ്രത്യേക ഗതാഗത സംവിധാനത്തെക്കുറിച്ച് മോഡി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. നിലത്ത് തറച്ചിരിക്കുന്ന കാന്തങ്ങളുടെ സഹായത്തോടെ ഒരു വിർച്വൽ സോഫ്റ്റ്വെയറാണ് കാർ യാത്ര നിയന്ത്രിക്കുന്നത്. മസ്ദർ നഗരത്തിൽ സൌരോർജ്ജവും കാറ്റും ഊർജ്ജ സ്രോതസ്സുകളായി ഉപയോഗിക്കുന്നുണ്ട്. അബുദാബി ഫ്യൂച്ചർ എനർജി കമ്പനിയാണ് പരിസ്ഥിതി സൌഹൃദ നഗരം പണിതുയർത്തിയത്. 6 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് നഗരം പൂർത്തിയാവുന്നത്. നഗരത്തിനുള്ളിലേക്ക് മോട്ടോർ വാഹനങ്ങൾ അനുവദിക്കില്ല. നഗരത്തിലേക്ക് വരുന്നവർ ബാറ്ററി കാറുകളിലാണ് യാത്ര ചെയ്യേണ്ടത്. സൌദിയിൽ വാസിൽ സേവനം പ്രാബല്യത്തിൽ വന്നു. ഇതോടെ ഇഖാമ പ്രിന്റിംഗ് നിർത്തിവച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്.
സൗദിയിൽ വിദേശ ജോലിക്കാരുടെ എക്കാമ എടുക്കുന്നതിനും പുതുക്കുന്നതിനും സൗദി പോസ്റ്റിന്റെ വാസിൽ സേവനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്നു. ഇതോടെ കമ്പനി പ്രതിനിധികളും ജോലിക്കാരും ജവാസാത്തിലെത്തി എക്കാമ പ്രിന്റ് ചെയ്ത് വാങ്ങുന്ന സേവനം നിർത്തിവെച്ചു. ഇലക്ട്രോണിക് സംവിധാനം വഴി പുതുക്കിയ എക്കാമ കൈപ്പറ്റാൻ കമ്പനികളുടെ മുഅക്കിബുമാർ പാസ്പോർട്ട് ഓഫീസിനെ സമീപിച്ചിരുന്ന രീതി ആഗസ്റ്റ് 15 നിർത്തലാക്കി. പകരം സൗദി പോസ്റ്റിന്റെ ഡോർ ഡെലിവറി സംവിധാനമായ വാസിൽ വഴിയാണ് തിരിച്ചറിയൽ കാർഡ് സ്ഥാപനത്തിലെത്തിക്കുന്നത്. ആഗസ്റ്റ് 16 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ജൂണിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ജവാസാത്ത് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു. നിയമം പ്രാബല്യത്തിൽ വന്ന വിവരം പരസ്യങ്ങളിലൂടെയും മൊബൈൽ സന്ദേശങ്ങൾ വഴിയും ജനങ്ങളെ അറിയിച്ചു. അതേസമയം വിദേശികളുടെ തിരിച്ചറിയൽ കാർഡിന്റെ പുതിയ രൂപം മുഹറം 1 മുതൽ പ്രാബല്യത്തിൽ വരും. എക്കാമ എന്നതിന് പകരം തിരിച്ചറിയൽ കാർഡ് 5 വർഷത്തേക്കാണ് നൽകുന്നതെങ്കിലും ഓരോ വർഷത്തിലും കാലാവധി ഇലക്ട്രോണിക് രീതിയിൽ പുതുക്കിയിരിക്കണം. വർഷത്തിൽ കാർഡ് പുതുക്കി പ്രിന്റ് ചെയ്യുന്ന പ്രയാസം ഇതോടെ ഇല്ലാതാകും. പുതിയ തിരിച്ചറിയൽ കാർഡിൽ തീരുന്ന കാലാവധി രേഖപ്പെടുത്തുകയില്ല, മറിച്ച് ഇലക്ട്രോണിക് സംവിധാനത്തിലാണ് കാലാവധി കാണിക്കുക. അലിയാർ നഗർ, KMS ന്യൂസ്, ജിദ്ദ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി റിസാല സ്റ്റഡി സർക്കിൾ ദുബായ് ദേര സെക്ടർ കലാലയം സമിതി സ്വാതന്ത്ര്യദിന സ്മൃതിയും സാഹിത്യോത്സവ പ്രതിഭകളുടെ കലാവിരുന്നും സംഘടിപ്പിച്ചു. ദേര മലബാർ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗരൂകരാവണമെന്ന് ഉദ്ഘാടനം ചെയ്ത സിറാജ് എഡിറ്റർ KM അബ്ബാസ് അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യ സമരത്തിലെ സർഗാത്മകത, കലാമത്സരങ്ങളിൽ സാഹിത്യോത്സവം സാധിച്ചെടുത്ത തിരുത്തെഴുത്ത് എന്നീ വിഷയങ്ങളിൽ യഥാക്രമം മുസ്തഫ ബുഖാരി, സൈനുദ്ദീൻ വിളയിൽ എന്നിവർ പ്രബന്ധം അവതരിപ്പിച്ചു. സെക്ടർ ചെയർമാൻ മുഹമ്മദ് കുട്ടി ആലൂർ അധ്യക്ഷനായിരുന്നു. ഇന്ത്യയുടെ 69ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ICF ബഹ്റൈൻ മതേതര ഇന്ത്യ വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. മതേതരത്വം ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ സവിശേഷതയാണെന്നും അത് ഒരിക്കലും തകർക്കപ്പെടാൻ അനുവദിക്കരുതെന്നും സെമിനാറിൽ സംബന്ധിച്ച ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ് യുവത്വമെന്നും അതിനെ വർഗീയ വിഭാഗീയ ചിന്തകളിൽ നിന്ന് മോചിപ്പിച്ച് രാഷ്ട്രപുരോഗതിയുടെ പാതയിൽ വിന്യസിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ അനിവാര്യമാണെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും വിഭാഗീയതയും വളർത്തുന്നതിന് പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെയും ആയുധ വിൽപ്പനക്കാരുടെയും കൈകളാണുള്ളതെന്നും ഇത് തിരിച്ചറിഞ്ഞ് സമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത് സജി മാർക്കോസ് പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? സ്നേഹവല നീർത്തി സാഫല്യവും ചാർത്തി ചീർത്ത കണ്ണുകളിൽ ചിരികോർത്തിടാനെത്തി 14 പിറ പോലെ മനസ്സുകൾ തെളിയേണ്ടേ. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോ ആകുലങ്ങളിലെ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ SSF 22ാമത് ഡിവിഷൻ സാഹിത്യോത്സവങ്ങൾ സമാപിച്ചപ്പോൾ യഥാക്രമം ചെറുവത്തൂർ, കാഞ്ഞങ്ങാട്, ഉപ്പള സെക്ടർ ജേതാക്കളായി. 300-ലധികം യൂണിറ്റുകളിൽ നിന്ന് ഒരേ സമയം 1000-ഓളം മത്സരാർത്ഥികൾ മത്സരിച്ച് കഴിവ് തെളിയിച്ചാണ് ഡിവിഷനിലേക്ക് യോഗ്യത നേടുന്നത്.
പിന്നീട് ജില്ലാ മത്സരങ്ങളിലൂടെ കഴിവ് തെളിയിച്ചാണ് ഫൈനൽ മത്സരത്തിനായി സംസ്ഥാന സാഹിത്യോത്സവത്തിനെത്തുന്നത്. ജില്ലയിലെ 6 ഡിവിഷനുകളിലെയും മത്സരങ്ങൾ സമാപിച്ച് 22-23 തീയതികളിലായി കുമ്പള ശാന്തിപ്പള്ളത്ത് വെച്ച് നടക്കുന്ന ജില്ലാ സാഹിത്യോത്സവിൽ പ്രതിഭകൾ അണിനിരക്കും. ക്യാമ്പസ്, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് പ്രത്യേകം മത്സരങ്ങൾ ഒരുക്കുന്നതിലൂടെ വിവിധ ഭാഷാപ്രസംഗങ്ങളും എഴുത്തു മത്സരങ്ങളും ഭാവി സാഹിത്യകാരന്മാരെയും പ്രഭാഷകരെയും കണ്ടെത്തുന്നതിന് സാഹിത്യോത്സവ് സഹായകമാകും. പ്രതിഭകൾക്ക് തുടർ പരിശീലനം നൽകി ഉയർത്തിക്കൊണ്ടുവരികയെന്നത് സാഹിത്യോത്സവിന്റെ പ്രത്യേകതയാണ്. മതസൌഹാർദ്ദത്തിനും പരസ്പര സ്നേഹത്തിനും മാതൃകയായ കേരളം വർഗീയ ധ്രുവീകരണത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് SYS നേതൃത്വം അഭിപ്രായപ്പെട്ടു. കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറം മലയാളി കാത്തുസൂക്ഷിക്കുന്ന പാരസ്പര്യത്തിന്റെയും നന്മയുടെയും മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിന് മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ മുഴുവൻ ആളുകളും ഒന്നിച്ചു മുന്നോട്ട് വരണമെന്നും SYS സംസ്ഥാന നേതൃസംഗമം അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പുകൾ വരുന്നതും ഭരണകൂടങ്ങൾ മാറുന്നതും സാധാരണമാണ്. അതുപക്ഷേ കാലങ്ങളായി നാം കാത്തുസൂക്ഷിക്കുന്ന മതസഹിഷ്ണുതയ്ക്കും സൌഹൃദത്തിനും വിള്ളൽ വീഴ്ത്താൻ കാരണമാകരുത്. മനുഷ്യ മനസ്സുകളിൽ പരസ്പര വെറുപ്പിന്റെ സംസ്കാരം സൃഷ്ടിക്കുന്നത് ആപൽക്കരമാണ്. നൈമിഷിക കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളും മതേതര സമൂഹത്തെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥതപ്പെടുത്തുന്നത്. ഈ സത്യം തിരിച്ചറിയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം, നേതൃസംഗമം ആവശ്യപ്പെട്ടു. അടുത്ത 3 വർഷ കാലയളവിലേക്കുള്ള മെമ്പർഷിപ്പ് പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി മലപ്പുറം മഅ്ദിൻ അക്കാദമിയിൽ സംഘടിപ്പിച്ച നേതൃസംഗമത്തിൽ സംസ്ഥാന ജില്ലാ സോൺ നേതാക്കൾ പങ്കെടുത്തു. മഅ്ദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, A മുഹമ്മദ് പറവൂർ വിഷയാവതരണം നടത്തി. സുപ്രീംകോടതി ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണി, സുരക്ഷ ശക്തമാക്കി. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ഭാര്യ സുവ്ര മുഖർജി അന്തരിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളമായി നെടുമ്പാശ്ശേരി. ഇന്തോനേഷ്യൻ വിമാന ദുരന്തം, 54 മൃതദേഹങ്ങളും കണ്ടെടുത്തു. സംസ്ഥാനത്ത് അറബിക് സർവകലാശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ധനവകുപ്പ് തള്ളി. കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ സർവകലാശാല ഉപകരിക്കുവെന്ന് ചീഫ് സെക്രട്ടറി. സൌദിയിലെ വിദേശികൾക്ക് 5 വർഷ കാലാവധിയുള്ള പരിഷ്കരിച്ച ഇഖാമ ഒക്ടോബർ 14 മുതൽ. കാസർഗോഡ് ജില്ലയിൽ SSF ഡിവിഷൻ സാഹിത്യോത്സവുകൾ സമാപിച്ചു. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.